Chef Tales. Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. 2 കപ്പ് ബസുമതി റൈസ് കുതിർത്തെടുത്തതാണിത്. എണ്ണ ഒഴിക്കാം. ആദ്യമേ സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ സവാളയാണ് ചേർക്കുന്നത്. 2 സവാള സ്ലൈസ് ചെയ്തതാണ്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. സവാള വഴന്നതിന് ശേഷം തക്കാളി ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടയണം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, അതാണ് കണക്ക്. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് മാഗി മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. അതിന് പകരമായി ബിരിയാണി മസാലയും ചേർക്കാം. അടച്ചു വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റുന്നത് വരയ്ക്കും ചെറിയ ഫ്ലെയിമിൽ വേവിക്കുക. വെള്ളം വറ്റിയിട്ടുണ്ട്. ചൂടായ ദോശക്കല്ലിലേക്ക് മാറ്റാം. അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം ഹൈ ആക്കി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നെയ്യ് ചേർത്ത് വിളമ്പാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോൺ വെജുകാർക്ക് മുട്ട ചേർത്ത് കഴിക്കാം.